ശ്രീ എം ജയചന്ദ്രൻ, പാർട്ടി നേതൃയോഗങ്ങളെക്കുറിച്ച് AKG സെന്ററിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത് താങ്കൾ മുഖവിലക്കെടുക്കുന്നുണ്ടോ? മഞ്ജുഷ എന്താണെന്ന് പറഞ്ഞില്ല. അല്ല, ഇന്നലെ തൊട്ടാണ് ഈ റിപ്പോർട്ടുകൾ കൂടുതലായിട്ട് പുറത്തു വരുന്നത്. കാരണം സംസ്ഥാന സമിതി ചേർന്ന് തുടങ്ങിയത് ഇന്നലെയാണല്ലോ. അതിനു മുമ്പ് സെക്രട്ടേറിയറ്റ് യോഗമാണ് നടന്നിരുന്നത്. ഇത് MV ഗോവിന്ദൻ നൽകിയ റിപ്പോർട്ടിൽ അതിൽ വിമർശനാത്മകമായ പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചു, ശൈലി മാറ്റത്തിന്റെ പ്രാധാന്യം, ഇതൊക്കെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം സംസ്ഥാന സമിതിയിൽ ചില വിമർശനങ്ങൾ ഉയർന്നു. ഇതുവരെ പിണറായി വിജയനെതിരെ അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാകാറില്ല പാർട്ടിയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിലും. പക്ഷേ ശൈലി മാറ്റണം എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സമിതിയിൽ അംഗങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ താങ്കൾ അത് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള ചർച്ചകളാണ് നടന്നിട്ടുള്ളതെന്ന് സംബന്ധിച്ച്. എനിക്ക് ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് ആധികാരികമായി പറയാൻ ഒരറിവും എനിക്കില്ല മഞ്ജുഷ്. പക്ഷേ ഇത് സംബന്ധിച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ CPM-ന്റെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ സംബന്ധിച്ച് ചില ധാരണകളുണ്ടല്ലോ. ആ ധാരണകൾ വെച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. അതനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു തെരഞ്ഞെടുപ്പിലും ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ശരി, CPM-ൽ ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും കാര്യമായി ചർച്ച ചെയ്യുന്ന ഒരു പതിവുണ്ട്. അത് CPM-ൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെല്ലാം ഉള്ളതാണ്. അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും CPM-ൽ ആ ചർച്ച നടക്കാറുണ്ട്. പിന്നെ 2016 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം നടന്ന അവലോകന യോഗത്തിലും, പിന്നീട് 2019 വലിയ തോൽവിക്ക് ശേഷം, ലോക്സഭയിലെ തന്നെ വലിയ തോൽവിക്ക് ശേഷം 2019 സെപ്റ്റംബറിൽ നടന്ന അവലോകന യോഗത്തിലും CPM വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ചു എന്നെനിക്കറിയാം. ആ കാര്യം അന്നത്തെ അത് സംബന്ധിച്ചുള്ള പാർട്ടി രേഖകൾ ആ സമയത്ത് തന്നെ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ കൈവശമുണ്ട് താനും. പിന്നീട് 2021 അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിശദമായ അവലോകനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന 4 ദിവസത്തെ പാർട്ടി സംഘടനാ യോഗങ്ങളിൽ വിശദമായ ഈ തെരഞ്ഞെടുപ്പ് അവലോകനം നടക്കും. അതിൽ എന്തൊക്കെയാണ് നിഗമനങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എന്നുള്ളത് മുൻകൂട്ടി പറയാൻ എനിക്ക് കഴിയില്ല. എങ്കിലും വിശദമായി ഇപ്പൊ തോൽവിയുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അത് മുഖ്യമന്ത്രി നിയമസഭയിലും അത് പറഞ്ഞതാണ്. അതല്ല കേരളത്തിൽ സംഭവിച്ചത്. അത് BJP വിരുദ്ധതയായിരുന്നു, മോദി വിരുദ്ധതയായിരുന്നു. അതിന്റെ പ്രതിഫലം കിട്ടിയത് കോൺഗ്രസിനാണ്. ഇതാണ് സംഭവിച്ചത് എന്ന് മുഖ്യമന്ത്രി ഒരു മുൻധാരണയിൽ തന്നെയാണ് പാർട്ടി നേതൃയോഗങ്ങളിൽ പോയിരിക്കുന്നത്. നിയമസഭയിൽ അദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. അതല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതേക്കുറിച്ച് ഒന്നും പറയുവാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെന്നിരിക്കുന്ന മുഖ്യമന്ത്രിയെ, പിണറായി വിജയനെ, ഏത് രീതിയിലെങ്കിലും അങ്ങനെയല്ല, ഇതല്ല ശരി, താങ്കളുടെ ശൈലി മാറ്റേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്, താങ്കൾ തന്നെ ഭരണത്തിൽ ചില മാറ്റങ്ങൾ വേണ്ടിവരും, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്, അത് പല രൂപങ്ങളിലായിരുന്നു, പിന്നെ പല മുന്നറിയിപ്പുകൾ പല തലങ്ങളിൽ വന്നിട്ട് പോലും അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയത് തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറയാൻ പാർട്ടിയിൽ ഇപ്പോൾ ആരുമില്ല. അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒന്നുണ്ടാവുമോ ഇല്ലയോ? മഞ്ജുഷ, അതേപ്പറ്റി പറയുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പൊതുവെ വിശദീകരിക്കുന്ന ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അതങ്ങനെയൊന്നും നിലനിൽക്കുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെയല്ല, അത്തരം ആ ഒരു പെർസെപ്ഷൻ തന്നെ ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം മാത്രമല്ല, പിന്നെ ന്യൂസ് 18-അടക്കം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം കർണാടക തെരഞ്ഞെടുപ്പിന് സമയത്ത് തന്നെ ആ തരത്തിൽ ഞാൻ ചർച്ച ചെയ്തിരുന്നു. അത് കാരണം ഈ പ്രോ ഇൻകംബൻസി എന്ന് പറഞ്ഞൊരു ഒരു സംഗതി ഉണ്ടായിരുന്നു. ഈ സഫോളജിസ്റ്റുകളൊക്കെ ഇന്ത്യയിലും പുറത്തും രാജ്യത്തും രാജ്യാന്തര തലത്തിലും വിശദമായി പഠിച്ചിട്ടുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചെറിയതായിട്ടെങ്കിലും സൂചിപ്പിക്കാൻ ഈ കുറഞ്ഞ സമയത്തിൽ ശ്രമിക്കുന്നത്. അത് പിന്നെ ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ 52 മുതൽ 77 വരെ പ്രോ ഇൻകംബൻസി ഫാക്ടർ, അങ്ങനൊരു ഫാക്ടർ ഉണ്ടെന്ന് പലരും വിലയിരുത്തിയിട്ടുണ്ട്. സഫോളജിസ്റ്റുകൾ തന്നെ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ പിന്നീട് 2002 വരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വർക്കൗട്ട് ആയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ. പക്ഷേ 2002 ശേഷം 21ാം നൂറ്റാണ്ട് തുടങ്ങി
ഉടനെ തന്നെ ആദ്യ പതിറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അത് മാറുകയും വേറൊരു പുതിയ തരത്തിലുള്ള പെർസെപ്ഷൻ വോട്ടർമാർക്കിടയിലേക്ക് ഉണ്ടാവുകയും ചെയ്തു. അതുവരെ ഉണ്ടായിരുന്നത് വോട്ടർമാർ പിന്നെ ആംഗ്രി വോട്ടേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷെ അതോടുകൂടി ആ ഒരു അവസ്ഥ മാറുകയും പിന്നെ ഈ വോട്ടർമാരുടെ മെച്യൂരിറ്റി കൂടുതൽ പ്രകടമാകുന്ന ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ തുടങ്ങുകയും ചെയ്തു എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പെർഫോം ഓർ പെരിഷ് ഈ രണ്ട് ഘടകങ്ങളെ വോട്ടർമാർ കാണുന്നുള്ളൂ എന്നാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. പക്ഷെ പലരും മാധ്യമങ്ങളും പല പിന്നെ ഈ പണ്ഡിതന്മാരും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരൊന്നും അംഗീകരിക്കുന്നവരല്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ പറയുന്നതാണ്, നിങ്ങളുടെ കാര്യമാണെന്ന് പറയാൻ തള്ളിക്കളയുന്ന പല ആൾക്കാരെയും ഞാൻ കഴിഞ്ഞ വർഷവും പല തെരഞ്ഞെടുപ്പുകളിലും ചർച്ചയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് യൂറോപ്പിലൊക്കെ അങ്ങനെയാണ് ഈ പെർഫോം ഓർ പെരിഷ് എന്നുള്ളതാണ് പൊതുവായി കണ്ടുവരുന്നൊരു രീതി. പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന് വീണ്ടും ജനങ്ങൾ അവസരം കൊടുക്കുന്നു, പ്രവർത്തിക്കാത്ത ഗവൺമെന്റുകൾക്ക് ജനങ്ങൾ വീണ്ടും അവസരം കൊടുക്കുന്നില്ല. ആ പ്രവർത്തനത്തിൽ തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് വിധിയിൽ തന്നെ അത് ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇതാണ് പൊതുവെയുള്ള പാഠം. മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കൾ പറഞ്ഞ ഉത്തരം നൽകിയത് ഈ പെർസെപ്ഷന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും എനിക്കില്ല. അതങ്ങനെയാണോ അങ്ങനെയല്ലയോ എന്നൊന്നും എനിക്ക് പറയാനും കഴിയില്ല. അല്ല, അവിടെ ഒരു സാഹചര്യമില്ല ശ്രീ എം ജയചന്ദ്രൻ. അങ്ങനെ പെർഫോമൻസ് അവലോകനം ചെയ്യുവാനായിട്ട് ഈ സർക്കാരിന് ഒരു അവസരം കൂടി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അല്ലാത്തത് കൊണ്ട് ആ ആംഗ്രി വോട്ടേഴ്സ് അത് ഇവിടെ അങ്ങ് തീർക്കുകയാണ് ചെയ്തത് എന്ന് താങ്കൾ കരുതുന്നില്ല എന്നാണ് താങ്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനിയും ഈ പിണറായി വിജയൻ സർക്കാരിന് എതിരെയാണോ അനുകൂലമാണോ ജനവിധി എന്ന് പൂർണ്ണതോതിൽ അറിയുന്നതിന് 2026 വരെ കാത്തിരിക്കണം. പക്ഷെ അതിനു മുൻപ് കാത്തിരിക്കാൻ ക്ഷമയില്ലാത്ത വോട്ടർമാർ ചെയ്ത പണിയാണെന്ന് കൂടി കരുതേണ്ടി വരും ഇത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുമില്ല. പ്രത്യേകിച്ച് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുകൾ എവിടെ പോയി? അത് അധികം തലപുകഞ്ഞിട്ട് കാര്യമില്ല AKD സെന്ററിൽ ഇരുന്ന്. ശ്രീ NM പിയേഴ്സൺ, താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? എന്തെങ്കിലും നടക്കുമോ ഈ പാർട്ടിയിൽ? മുഖ്യമന്ത്രിയെ തിരുത്താൻ പാർട്ടിക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കേൾപ്പുണ്ടോ? താങ്കൾ ചോദിച്ചതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞതിന് ശേഷം പിയേഴ്സണിലേക്ക് പോകാം. അല്ല, ഞാൻ ഇത് ലാൻഡ് സ്ലൈഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ ഈ ആദ്യ ഘട്ടത്തിലെ ചർച്ച ചോദിച്ചത്. കാരണം 2019 വലിയ തോൽവിക്ക് ശേഷം താങ്കളടക്കമുള്ള മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും വിലയിരുത്തിയത് ഇത് എന്താണ് പിന്നെ അന്ന് രണ്ട് കാര്യങ്ങൾ പൊതുവിൽ എല്ലാവരും പറഞ്ഞു. രണ്ടല്ല 3 കാര്യങ്ങൾ. ഒന്ന് പിന്നെ രാഹുൽ ഗാന്ധി ഫാക്ടർ, 2 ശബരിമല ഫാക്ടർ, 3 ആന്റി പിണറായി ഫാക്ടർ. ഇത് 3ഉമാണ് വർക്കൗട്ടായത് പിന്നെ 2019 എന്നാണ് വ്യാപകമായി വ്യാഖ്യാനിക്കപ്പെട്ടത്. ചർച്ചകളിലെല്ലാം വന്നതും അങ്ങനെയാണ്. അന്നും ഞാൻ ചർച്ചകളിൽ പങ്കെടുത്ത ആൾ അറിയുമല്ലോ, താങ്കൾക്ക് അറിയുമല്ലോ. പക്ഷെ അതിനുശേഷം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് പിന്നാലെ 21 എന്താണ് സംഭവിക്കുന്നത്? 2014 91, 2021 98 മാറുന്നു നിയമസഭയിൽ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്തൊരു വിമർശനമായിരുന്നു ആ സമയത്ത് ഈ പിന്നെ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തൊരു വിമർശനമായിരുന്നു മറ്റേ സ്വപ്ന സുരേഷൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അതിക്രൂരമായി നടത്തിക്കൊണ്ടിരുന്നത് മാധ്യമങ്ങളുടെ ഒരു വേട്ട എന്നുള്ള നിലയ്ക്ക് തന്നെ. പക്ഷേ എന്താ റിസൾട്ട്, നെറ്റ് ഔട്ട്കം എന്തായിരുന്നു? അത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത് ലാൻഡ് സ്ലൈഡ് എന്നാ പറയുന്നത്, ഒരു തോൽവി, ഫെയില്യുവർ, കൊലാപ്സ് എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് ഇതിനെ കടന്നാക്രമിക്കുമ്പോൾ, കണക്കാക്കപ്പെടുമ്പോൾ, പരിഗണിക്കുമ്പോൾ അതിനെ അങ്ങനെയല്ല അവർ സമീപിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിന്റെ ചുരുക്കം. അതേ ഉള്ളൂ.